സംസാരിക്കാതെ കഴിയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെൽഫ് ഇമേജിൻ്റെ ക്ലാസ് കാണാനിടയായി. അപ്പോൾ അതിലുള്ള പിന്നെ പ്രാക്ടീസുകളും അതുപോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആളുകളൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്ന വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അതുപോലെ ഒന്ന് ആവണമെന്ന് ആയാൽ കൊള്ളാമെന്ന് ഇങ്ങനെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ സ്കൂളിലൊക്കെ പോണ സമയത്തൊക്കെ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീറ്റിങ്ങൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സംസാരിക്കാൻ അപ്പോഴൊക്കെ ഒഴിഞ്ഞു മാറിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഒന്ന് പരിശീലിക്കാനൊന്നും ആഗ്രഹം ഉണ്ടായപ്പോൾ അങ്ങനെ നമ്മൾ ചിരിക്കുമ്പോഴാണ് പിന്നെ നമ്മളോട് കൂടുതൽ സംസാരിക്കാനും അടുക്കാനൊക്കെ ഒരു താല്പര്യം ഉണ്ടാവുള്ളൂ. പിന്നെ ചിരിക്കാതെ എന്ത് പറഞ്ഞാലും ഒരു പിന്നെ ഇത് വികാരം ഇല്ലാത്ത ആളോട് ആരും മിണ്ടാനും ഒന്നിനും പോവില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ പരിപാടിക്ക് വരില്ല, നമ്മൾ വീട്ടിൽ ഒരു ഭാഗത്തിരിക്കുകയേ ചെയ്യുള്ളൂ. സെൽഫ് ഇമേജ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ആളാവാനൊന്നുമല്ല, നമുക്ക് ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് ഇമേജ്, പോസിറ്റീവ് സെൽഫ് ഇമേജ് വേണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിന് ഒരുപാട് ടാസ്കുകളുണ്ട്. നമ്മളൊന്നും മിണ്ടാതെ ഇരുന്നാലും ഒന്നും നടക്കൂല എന്ന് മനസ്സിലായി. പിന്നെ അപ്പോൾ ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ഇങ്ങനെ ചെയ്ത് പരിശീലിക്കാമെന്ന്, അങ്ങനെ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ആവാമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ വന്നൊരനുഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹൃദയമിടിപ്പോട് കൂടിയാണ് ഞാൻ കയറി വന്നത്. എന്താണ് പറയേണ്ടത് ഇവിടെ കയറിയിട്ട്, എന്താണ് ഇവരൊക്കെ ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരു പിന്നെ ആശങ്കയിലാണ് ഞാൻ പിന്നെ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. പിന്നെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എല്ലാവരും മുസാജി പ്രസംഗിക്കണം, ബഷീർക്ക് പ്രസംഗിക്കണമൊക്കെ കേട്ട് മനസ്സിലാക്കി. പക്ഷേ ഒരു പുസ്തകമോ പേനയോ കയ്യിൽ വെക്കാൻ ഞാൻ മറന്നു. ഇപ്പോഴാണ് അങ്ങനെ എഴുതി വെച്ചാൽ ഒരുപാട് അറിവുകൾ നമുക്ക് പിന്നെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ സംസാരിക്കാനുള്ളൊരു കഴിവ് സ്വയം ഉണ്ടാവുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പുസ്തകവും ഒരു പേനയും കരുതും. പിന്നെ നമുക്ക് വേണ്ടപ്പെട്ട വാക്കുകളൊക്കെ കിട്ടുമ്പോൾ എഴുതി വെക്കും. അതുപോലെ തുടർച്ചയായി ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് മനസ്സിൽ നിന്ന് തന്നെ അത് ആ വാക്കുകൾ സന്ദർഭത്തിനനുസരിച്ച് പറയാൻ കിട്ടുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെ പ്രസംഗവും, മുസാജിയുടെ പ്രസംഗവും അതുപോലെ അജ്മൽ സാറിൻ്റെ പ്രസംഗവും ബഷീർ ഖാൻ്റെ പ്രസംഗമൊക്കെ വളരെ നന്നായിരുന്നു. ഒരു പേടി കൂടാതെ തന്നെയാണ് അവർ ഇവിടെ നിന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ പരിശീലനം കൊണ്ട് മാത്രമാണ്. എല്ലാതും ഇങ്ങനെ അറിഞ്ഞ് മനസ്സിൽ നമ്മൾ അവിടെ സീറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തൊക്കെ പറയണമെന്ന് മനസ്സിൽ ഇങ്ങനെ പറയും. പക്ഷെ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കയ്യും കാലം വിറക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ മാറുമെന്ന് വിശ്വസിക്കുന്നു. സ്ഥിരമായിട്ട് ഇങ്ങനെ പരിശീലനത്തിലൂടെ ഒരുപാട് ആളുകൾ കൂടെ പരിചയപ്പെടുമ്പോൾ പിന്നെ എല്ലാവരും ഫ്രണ്ട്സ് പോലെയാണ്. അപ്പോൾ പേടി ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ അതൊക്കെയാണ് എൻ്റെ അനുഭവം, ഇന്നത്തെ അനുഭവം. ഇനിയും ഇതുപോലെ ഒരുമിച്ച് കൂടണമെന്ന് ആഗ്രഹിക്കുന്നു.